ഹായ് ഗൈസ്, ഞങ്ങളപ്പോൾ ഇന്ന് ശരിക്കും സഹകരണ എക്സ്പോയ്ക്ക് വന്നാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ വിവിധ സഹകരണ മേഖലകളിലെ മേഖലകളിലെ സംഘങ്ങളുടെ അല്ലേ, സംഘങ്ങളുടെ എന്താണ് സംഭവം, സംഘങ്ങളുടെ വിപണനവും അവരുടെ 400-ൽ പരം സംഘങ്ങളുടെ പ്രോഡക്റ്റുകളുടെ വിപണനവും പിന്നെന്തുവാ അതിന്റെ കലാ സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് ഇന്ന് സഹകരണ എക്സ്പോ, അതായത് ഇന്ന് തുടങ്ങി അത് ഇന്നാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ NLS JD by ദീപുവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പോയിൽ പോയിട്ട് വരാം. ഈ എക്സ്പോ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ്, തിരുവനന്തപുരത്തിന്റെ സ്വന്തം കനകക്കുന്ന് കൊട്ടാരം. നമ്മൾ ഇവിടെ ശരിക്കും കനകക്കുന്ന് കൊട്ടാരത്തിൽ ഈ ഓണപരിപാടിയും ക്രിസ്മസ് പരിപാടിയും അതേപോലെ ന്യൂ ഇയറും പാർട്ടികളും എല്ലാം നടക്കുന്നതാ. ഇവന്റ്സ് ഒരുപാട് നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ഓണത്തിനൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പെട്ടുപോകും. ഒരു ചെറിയ അബദ്ധം നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കനകക്കുന്ന് കൊട്ടാരത്തിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പണി കിട്ടി. അതിനകത്തോട്ട് വണ്ടി കയറ്റത്തില്ല. അവസാനം നമ്മൾ തപ്പിപ്പിടിച്ച് ഇവിടെ നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനും ഇടയിലായിട്ട് ഒരു ചെറിയ വഴിയുണ്ട്. ഒരു കണക്കിന് അതിനകത്ത് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനിയിപ്പം നമുക്ക് നേരെ എക്സ്പോ കാണാനായിട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ വൈബാക്കി വെച്ചിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്. എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ എക്സ്പോയുടെ ഭാഗമായിട്ട് ആയിരിക്കണം ലൈറ്റ് എല്ലാം കംപ്ലീറ്റ് അലങ്കരിച്ചെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു എക്സ്പോയാണ് കേട്ടോ. ഇവിടെയാണ് എക്സ്പോയുടെ എൻട്രൻസ്. ഇത് കനകക്കുന്ന് കൊട്ടാരത്തിലോട്ട് കയറുന്ന ഒരു എൻട്രൻസാ. കേരള ഗവൺമെന്റ് കോഓപ്പറേറ്റീവ് ശരിക്കും സഹകരണ മേഖല ഒന്ന് ഉദ്ദീപിപ്പിക്കാൻ, ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പോയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നടക്കുന്നത്. ഈ വിപണനവും കാര്യങ്ങളൊക്കെ ആയിട്ടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങൾക്ക് വന്ന് ഇരിക്കാനും ഒന്ന് ചില്ലടിക്കാനും ഈ തിരക്കേറിയ ലൈഫിനിടയ്ക്ക് ഒന്ന് റിലാക്സ് ആകാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ സത്യത്തിൽ ഒരു പരിപാടി നടക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. കണ്ടിട്ടില്ലേ ഇവിടെ കമ്മലുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കച്ചവടക്കാരൊക്കെ ചെറിയ രീതിയിൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വന്ന് നമ്മൾ കയറി കഴിഞ്ഞപ്പം ഒരു ചെറിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്റ്റീഫൻ ദേവസിയുടെ ഒരു മ്യൂസിക് ഇവന്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് വന്നത്. 7:30 മണിക്ക് തുടങ്ങുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ സംഭവം നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും 8 മണിയായി. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഇന്ന് പരിപാടി ഇല്ല എന്ന് പറഞ്ഞാൽ കലാപരിപാടികളൊന്നും ഇല്ലെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കാരണം ഇന്ന് നമ്മുടെ മാർപ്പാപ്പ അന്തരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അനുശോചനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ദുഃഖാചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കലാപരിപാടികളൊന്നുമില്ല. പിന്നെ വേറൊരു ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ എക്സ്പോയ്ക്ക് നമ്മുടെ സ്റ്റോളുകളൊന്നും അങ്ങോട്ട് ഇവിടെ കണ്ടില്ലേ, നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് കേട്ടോ. അത് ഈ എക്സ്പോയുടെ ഭാഗമാണോ എന്ന് അറിയത്തില്ല, മൃഗങ്ങളുടെ തലയൊക്കെ വെച്ചിട്ടേ. അപ്പോൾ ഇത് എക്സ്പോയുടെ സ്റ്റോളുകളൊന്നും കൃത്യമായിട്ട് അങ്ങോട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് എക്സ്പോ ശരിക്കും ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നല്ല പൂർണ്ണ തോതിൽ അങ്ങോട്ട് ഊർജ്ജസ്വലമായിട്ട് ആകത്തുള്ളെന്നാണ് പറഞ്ഞത്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്റ്റീഫൻ ദേവസിയുടെ ഡാൻസ് കാണാൻ വേണ്ടി, മ്യൂസിക്കൽ ഇവന്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചാടി പുറപ്പെട്ടത്. പക്ഷെ സംഭവം ഇന്ന് മൊത്തത്തിൽ തേഞ്ഞു. ഇല്ലേ പട്ടി ചന്തയ്ക്ക് പോകുന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥയായിപ്പോയി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വേറെന്തോ പരിപാടി നേരത്തെ നടന്നതിൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എനിക്കൊന്നും ഈ വൃത്തി എൻക്ലേവ് എന്നും പറഞ്ഞ് ഒരു പ്രോഗ്രാം നേരത്തെ ഇതിനു മുമ്പ് ഇവിടെ നടന്നായിരുന്നു. അതിൻ്റെ ടെൻ്റാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കെന്തായാലും അവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലോട്ട് ആദ്യം ഒന്ന് പോയി നോക്കാം. കാരണം നമ്മളെ പരാജയപ്പെട്ട പരിപാടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നൊന്ന് കാണാമല്ലോ. അയ്യോ എൻ്റെ ഇതേ. പക്ഷെ നമ്മൾ കുറേ നടന്നു കേട്ടോ, കുറേ നടക്കാനുണ്ടായിരുന്നു. കാരണം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ശരിക്കും ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ വന്ന് വണ്ടി ഇറങ്ങിയപ്പോഴേ നമുക്ക് തോന്നി ഇത് ഇന്ന് മൊത്തത്തിൽ തേഞ്ഞെന്നാണ് തോന്നുന്നതെന്ന്. അപ്പം അകത്ത് കയറിയപ്പോഴാ സംഭവം ഇത് മാർപ്പാപ്പയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നെല്ലാം കലാസാംസ്കാരിക പരിപാടികളെല്ലാം മാറ്റിവെച്ചെന്നാണ് അറിഞ്ഞത്. ശരിക്കും ഇത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം നമുക്കെന്തായാലും ഓഡിറ്റോറിയത്തിനകത്തെ
കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ എക്സ്പോ ഏപ്രിൽ 22 ഇതാണ് എൻട്രൻസ്. ഏപ്രിൽ 22 മുതൽ 30 വരെയാണ് ഈ എക്സ്പോ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു പരിപാടിയും ഇന്ന് കാണാനില്ല. എന്തായാലും ജസ്റ്റ് നമുക്ക് ആ സ്റ്റോളുകളൊക്കെ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ഒന്ന് കണ്ടിട്ട് വരാം. അവരെ പണിയൊക്കെ നടക്കുന്നുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഓഡിറ്റോറിയം ഫസ്റ്റ് നമുക്ക് കയറി ഒന്ന് കാണാം. ഇതുകൊണ്ട് കണ്ടില്ലേ, അവിടെ വെച്ചായിരുന്നു നമ്മുടെ പരിപാടി ഇന്ന് നടക്കേണ്ടിയിരുന്നത് കേട്ടോ. മൊത്തത്തിൽ തേഞ്ഞ് അയ്യോ, നല്ല പവലീനൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. അവിടെ എല്ലാം ടാർപ്പ എല്ലാം എടുത്തിട്ട് കേട്ടാ. എനിക്ക് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഓർക്കസ്ട്രയുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് അവർ വെച്ചെന്ന് തോന്നുന്നു. അപ്പം അതിനുശേഷമാണല്ലോ ഇത് പരിപാടി മാറ്റി വെച്ചതായിട്ട് അറിഞ്ഞത്. ഇവിടെ ആരുമില്ല, പ്രത്യേകിച്ച് ആരുമില്ല, നമുക്ക് കാണാനും ഒന്നുമില്ല. ഇന്ന് മൊത്തത്തിൽ ആകെപ്പാടെ കുഴപ്പമായി. എന്തായാലും നമുക്കിനി എക്സ്പോ നടക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സത്യത്തിലേ നമ്മൾ ഇവിടെ എക്സ്പോ ഒന്നും നടന്നില്ലെങ്കിലും നമ്മൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. കാരണം ഇഷ്ടം പോലെ മരങ്ങളും ഈ സിറ്റിക്കകത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ആകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കനകക്കുന്ന് കൊട്ടാരം എന്ന് പറയുന്നത്. ഈ സിറ്റിക്കകത്ത് ഇത്രയും ഏരിയ ഇങ്ങനെ പിന്നെ വിജനമായിട്ടല്ല, തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല സെറ്റപ്പിൽ നല്ല ശാന്തമായ രീതിയിൽ പരിപാലിച്ചിരിക്കുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ. ഈ സിറ്റി താമസിക്കുന്നവർക്കൊക്കെ സിറ്റിയുടെ തിരക്ക് അല്ലെങ്കിൽ സിറ്റിക്കകത്തുള്ളവരുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് വൈകുന്നേരങ്ങളിൽ വന്നൊന്ന് റിലാക്സ് ആകാൻ പറ്റിയ ഒരു സ്ഥലം. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ പല സ്റ്റോളുകൾ. ഇതൊരു മിൽമ സ്റ്റോളാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കണം കേട്ടോ. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് സഹകരണ എക്സ്പോ നടക്കുന്ന സ്ഥലം. അപ്പം അത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പൂർണ്ണതോതിൽ എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നതാണ് ഈ എക്സ്പോയ്ക്ക്. സഹകരണ മേഖലയിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും സഹകരണ മേഖലയിലുള്ള ആളുകളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇന്ന് ഇപ്പം എല്ലാവരും ഇങ്ങെത്തി തുടങ്ങിയില്ല. എന്തായാലും ഒരു 3-4 ദിവസം ആകും ഈ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങെത്തി വരുമ്പോഴത്തേനും കുറേ ദിവസം എടുക്കും. ഇതാണ് എൻട്രൻസ്. ഇവക്ക് ഇവിടെ മൊത്തത്തിൽ പരിചയക്കാരാണ്. കാരണം ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റും അതാണല്ലോ. അതുകൊണ്ട് ഇവക്ക് മൊത്തത്തിൽ ഇവിടെ എല്ലാവരെയും അറിയാം. സഹകരണ എക്സ്പോ 2025 അടിപൊളി, കൊള്ളാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താണ്, എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്തോ, നമുക്കെന്തായാലും അകത്ത് കയറി നോക്കാം. ഈ എക്സ്പോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിലക്കുറച്ചൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷെ അത് കച്ചവടക്കാരൊന്നും എത്തിയിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പടം, അതേപോലെ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഒരു പടം, ഇവിടെ പിന്നെ വിവിധ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും അതുപോലെ മിൽമയുടെ ഇതൊക്കെ പരസ്യത്തിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാരുടെയും ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, കൊള്ളാം. സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും അത് മാത്രമല്ല മുഖ്യമന്ത്രിമാരുടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി അവരൊക്കെ നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പേ ഉമ്മൻചാണ്ടിയൊക്കെ നേരത്തെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്തോ. അതുകൊണ്ടായിരിക്കാം അവരുടെ എല്ലാം പടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം മൊത്തം ഒന്നും വായിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. നമുക്ക് മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തവണ ഒരു 2-3 ദിവസം കഴിയുന്നുണ്ട് ഉറപ്പായിട്ടും ഒന്നുകൂടെ വരണം കേട്ടോ. ഇത് കംപ്ലീറ്റ്, ഇതെന്താണ് ഇവിടെ സംഭവം, സഹകരണ മേഖലയിലെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. മിക്കവാറും എല്ലാ മേഖലയിലും പിന്നെ ഇവർ കൈവച്ചിട്ടുണ്ട്, സഹകരണ സംഘം കൈവച്ചിട്ടുണ്ട്. അയ്യോ, ഇത് NS സഹകരണ ആശുപത്രി. ഇതൊരു സഹകരണ ആശുപത്രിയുടെ പരസ്യമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്റ്റോളാണ് ഇവിടെ. അയ്യോ, ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് വേണ്ട വർക്ക് നടക്കുന്നുള്ളൂ. അയ്യോ, ടെൻ്റ് അടിച്ചിട്ടിട്ടേ ഉള്ളൂ.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഉദ്ഘാടിച്ചാൽ പോരായിരുന്നു. പിന്നെന്തിനാണ് ഇന്നും കൊണ്ട് ഉദ്ഘാടനം വെച്ചേ? ഇതിപ്പം മാർപ്പാപ്പ അന്തരിച്ചില്ലെങ്കിലും ഇന്നെന്തായാലും ഒന്നും നടക്കില്ല. കാരണം ഒന്നും റൺ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലല്ല, ആയി വരുന്നേ ഉള്ളൂ. പിന്നെ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം വെച്ചാൽ പോരായിരുന്നു. ശരി, ഇതിവിടെ മാത്രമല്ല, ഇങ്ങനെ 2 വിങ്ങാണ്. മുകളിലത്തെ ഇത് ഫസ്റ്റ് വിങ്, ഇനിയും സെക്കൻഡ് വിങ് താഴെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കപ്പോൾ താഴെ കൂടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ വന്നതിന് ശേഷം ഈ ഏരിയ ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇനി കാണാത്തതാണോ, ഈ നമ്മൾ വന്നു കഴിയുമ്പോഴേ ഓരോ എക്സ്പോ ഒക്കെ നടക്കുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ അതിനെ ഒന്ന് മാറ്റി എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ട് കണ്ടിട്ടും മനസ്സിലാകാത്തതാണോ എന്നറിയത്തില്ല. ഞാൻ ശരിക്കും ഇവിടെ കണ്ടെനിക്ക് അത്ര വലിയ പരിചയമില്ല. അയ്യോ, എൻ്റെ അമ്മ ഇപ്പോഴത്തെ നല്ല നല്ല ചൂട്. അയ്യോ, നമ്മൾ ഇത്രയും നടന്നപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല വേർത്ത്. ഞാൻ ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുക. അത് തന്നെ നല്ല മഴക്കോളുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചൂട് ഇത്രയും. നമ്മളെന്തായാലും കുടയൊന്നും എടുത്തിട്ടില്ല. മഴ പെയ്ത നനയുക തന്നെ. ഇല്ലെങ്കിൽ ഇവിടെ കാണാൻ കയറി നിൽക്കണം, എന്നിട്ട് മഴ തോന്നിട്ട് പോകണം. കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഴയുടെ ലക്ഷണം ഒന്നും തോന്നിയില്ല. വന്നിവിടെ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയതിന് ശേഷമാണ് എനിക്ക് മഴയുടെ ഒരു ലക്ഷണം തോന്നി തുടങ്ങിയത്. ഓ, ഇവിടെ എന്താണ്ട് നല്ല ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് കോൺട്രാക്ട് കൊടുക്കുമായിരിക്കും കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കാണും. ഓ, ഇതാണ് സെക്കൻഡ് വിങ്. ഓ, ഇവിടെ കൂടുതലും ഫുഡ് കോർട്ടാണ് കേട്ടോ. ദാ കണ്ടില്ലേ, സമ്മാനപ്പെരുമഴയൊക്കെ ഉണ്ട് കേട്ടോ. പസിൽ 2040 എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഗെയിമുകളും കാര്യങ്ങളൊക്കെ കാണണം കുട്ടികൾക്കുള്ള സമ്മാനപ്പെരുമഴ. ഓ, ഇവിടെ എല്ലാം മൊത്തത്തിൽ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരിടത്തൊന്നും ആയിട്ടില്ല. ഇത് കേരള ബാങ്കിൻ്റെ ഒരു വിങ്ങാണ്. ഇനിയിപ്പം അവരുടെ കാര്യങ്ങളൊക്കെ, കേരള ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓ, അതൊക്കെ പക്ഷെ നല്ല രീതിയിൽ ഇതേ സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉഫ്, അടിപൊളി. ഈ ടെൻറ്റിനകത്തെ നല്ല നല്ല വൈബിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുക. ഇപ്പം പുറത്തിറങ്ങി നോക്കാം. ആകെപ്പാടെ ഇന്നിപ്പോൾ ഇവിടെ വന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫുഡ് കോർട്ടുണ്ട്, അവിടെ പോയി വെല്ലം കഴിച്ചേച്ച് നേരെ തിരിച്ച് വീട്ടിൽ പോവാം. അയ്യോ, നല്ല പണിയാണല്ലോ കിട്ടിയത്. എന്തായാലും നമുക്ക് 3-4 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ വരണം കേട്ടോ. ഇവിടെ ഇതിൻ്റെ വണ്ടികൾ ഇഷ്ടം പോലെ കിടക്കുക കേട്ടോ. സാധാരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല, ഈ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ വണ്ടികളും. പിന്നെ ഇതിൻ്റെ താഴെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഈ ഫുഡ് കോർട്ടിൽ നമുക്ക് ഇവിടുന്ന് കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ആഹാരം കഴിക്കാം. അതിനും പൈസ കൊടുക്കണോ എന്തോ. നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഫുഡ് കോർട്ടിൽ ഉള്ള കാര്യങ്ങളെന്നുള്ളത് നമുക്കൊന്ന് അറിയാമല്ലോ. നോക്കട്ടെ. അയ്യോ, എന്തായാലും നല്ല നടപ്പാ. ഇനി അടുത്ത പ്രാവശ്യം വന്നാലും ഇതേ നടപ്പ് തന്നെ. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോള് ഇഷ്ടംപോലെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അത് ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞ് റൺ ചെയ്യത്തുള്ളൂ. അതാണൊരു പ്രശ്നം. നമുക്കൊരു 2-3 ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു കേട്ടോ. ചാടിപ്പിടിച്ച് സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു മ്യൂസിക് ഇവൻസ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറയാൻ എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ്. നമുക്ക് നേരിട്ട് ആസ്വദിക്കാം എന്നൊക്കെ വെച്ച് എക്സൈറ്റഡ് ആയിട്ട് വന്ന മൊത്തത്തിൽ തേഞ്ഞു. ഇനി ഇവിടെ ഇതാണ് ഫുഡ് കോർട്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ഇനി കിട്ടുന്നതെന്നുള്ളത് നമുക്ക് അകത്ത് കയറി നോക്കാം. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങളാണ്. പക്ഷേ അതൊന്നും അങ്ങോട്ട് പൂർണ്ണമായി സജ്ജീകരണത്തിൽ വന്നിട്ടില്ല. ഫുഡ് കോർട്ട് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സ്ഥലം. ഇവിടെ വന്നതിലൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. അതുകൊണ്ട് അവിടെ നിന്ന് കൂപ്പൺ എടുത്തു. ഇനിയിപ്പം ഞങ്ങൾ 3 പേരും കൂടെ പോയി കഴിക്കട്ടെ. ഇതിൻ്റെ സൈഡിലൊക്കെ കാറുകളൊക്കെ, ഇതിനകത്തിപ്പം വണ്ടികൾ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ടല്ലോ. നമുക്ക് ഫുഡ് ബുഫേ പോലെയാണ്. നമ്മൾ പോയി ഫുഡ് എടുക്കുക, എടുത്തതിന് ശേഷം നമ്മൾ അതാത് ടേബിളുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നോക്കട്ടെ എന്തൊക്കെയാണ്. ചെറിയ പൊറോട്ട, അതായത് കോയിൻ പൊറോട്ട എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം. പിന്നെ ചപ്പാത്തി, പിന്നുള്ളത് കറി. കഞ്ഞിയും പയറും ഒക്കെ ഉണ്ട് കേട്ടോ.
കറി വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. പിന്നെ കഞ്ഞി പയറ് അടിപൊളി, ചമ്മന്തി പപ്പടം സൂപ്പർ. ഞാൻ എന്തായാലും അങ്ങനെ പൊറോട്ടയൊക്കെ എടുത്ത് ഇവിടെ വേസ്റ്റ് നമ്മളെ കഴിച്ചിട്ട് പ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്നിടുന്നത്. അതുകൊണ്ട് അവിടെ ഒരു പട്ടി കഴിച്ചത് ഇപ്പൊ ഛർദിക്കും. ഒരു പട്ടി നിന്നത് ആ പ്ലേറ്റ് എല്ലാം നിൽക്കുന്നു. ഇതൊന്നും ആരും നോക്കാനില്ലേ? അയ്യോ, മനുഷ്യൻ കഴിക്കുന്ന പ്ലേറ്റ് അല്ല ഇതിപ്പോൾ എത്ര കഴിയുമെന്ന് പറഞ്ഞാലും. അതുകൊണ്ട് അവിടെയാണ് ഫുഡൊക്കെ പാചകം ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. ഇവിടെ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് എനിക്കൊന്നു അതായത് ഇപ്പം തുടക്കം ആയതുകൊണ്ടായിരിക്കാം, ആരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലല്ലോ. എന്നാലും ഇത്തിരി കഷ്ടമാണ്. കുഴപ്പമില്ല. അവിടെയാണ് ഫുഡൊക്കെ പാചകം ചെയ്യുന്ന സ്ഥലമാണത്, കണ്ടില്ലേ? അതിനെ പ്രത്യേക വിങ്ങിനെ ഏൽപ്പിച്ചിരിക്കുക. അതായത് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ജോലിക്കാർക്കും ഇവിടെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു വിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിൽമയുടെ സ്റ്റോളിൽ നിന്ന് ഒരു അടിപൊളി ഐസ്ക്രീമും വാങ്ങിച്ചു. മൊത്തം 5-6 വാങ്ങിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേരും പിന്നെ നമ്മുടെ ബെല്ലക്കുട്ടനും, അങ്ങനെ മൊത്തത്തിൽ 6 പേര്. 6 പേര്. ബെല്ലക്കുട്ടന് കൊടുത്തില്ലെങ്കിൽ അവൻ ഇന്ന് കൊതിയിട്ട് ഞങ്ങളെ കൊണ്ട് വയറ്റിളക്കിക്കും. എല്ലാത്തിനും വയറിളക്കം പിടിപ്പിക്കും അവൻ. അടുത്ത് വന്ന് ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. എന്തോ തുടരും. ഇത് പരസ്യമാണ്. കേരളം ഉണരുന്ന നന്മ. ഇത് ഈ മിൽമ ഈ സിനിമക്കാർക്ക് പൈസ കൊടുത്താണോ അതോ സിനിമക്കാർ മിൽമയ്ക്ക് പൈസ കൊടുത്താണോ എന്ന് അറിയാൻ വയ്യ. പുള്ളിക്കാരനോട് ചോദിച്ചപ്പം പുള്ളിക്ക് പറഞ്ഞുകൂടാ, പരസ്യമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കേരളം കണികണ്ടുണരുന്ന നന്മ. ശരിക്കും പറഞ്ഞാലേ ഈ മിൽമയുടെ ഐസ്ക്രീം നമുക്ക് വളരെ വളരെ റെയറായിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ എക്സ്പോയിൽ നിന്ന് തിരിച്ച് നേരെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഇത്രയും ചുറ്റേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കാർ ഇട്ടതിൻ്റെ അവിടുന്ന് ഒരു സ്വല്പം നടന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി ഈസി ആയിട്ട് കയറാമായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും ചുറ്റിക്കറങ്ങിയത് വെറുതെ ആയിപ്പോയി, മണ്ടത്തരമായിപ്പോയി. എന്തൊരു കഷ്ടമൊന്നും ഇയ്യണേ. നമ്മൾ കാറിട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കയറാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ മാർപ്പാപ്പയുടെ മരണം ഒക്കെ ആയതുകൊണ്ട് എന്തായാലും എക്സ്പോ മൊത്തം ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും 2 ദിവസം കൂടെ കഴിയും ഒന്ന് വിപുലമാകണമെങ്കിൽ. നമ്മളിപ്പോൾ എന്തായാലും ഒരു 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് ഈ എക്സ്പോയുടെ കംപ്ലീറ്റ് വിശേഷങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്തിടും. അപ്പോൾ NS ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.